ക്രൈസ്തവ കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നല്ല നാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധിരായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്നെ യോഗത്തിന് ക്ഷണിച്ച പ്രിയ കുടുംബത്തിനും പ്രിയ കൃത്തൻദാസനും കുടുംബങ്ങൾക്കും മറ്റും കടന്നു വന്നിരിക്കുന്ന സവിശ്വാസി കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കളായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ പോയിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രൈസലോ സ്തോത്രം. 10 വർഷം ആകുന്നു തോന്നുന്നു ഞാനിവിടെ വന്നിട്ട്. അതിനു മുമ്പൊക്കെ അടിക്കടി വന്നിട്ടുണ്ട്. ഇപ്പോൾ 10 വർഷമായി. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങളെ കാണുവാനിടയായത്. ഇനി എപ്പോൾ കാണും എന്നൊന്നും പറയാൻ പറ്റില്ല. സ്തോത്രം. ഞാൻ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ കൈ നല്ല സ്വാധീനം കുറവുണ്ട്, എങ്കിലും കൃപയാൽ നിർത്തി. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതിൻ്റെ നടുവിൽ സ്വാധീനം കുറവാണെങ്കിലും ദൈവം നിർത്തിയിരിക്കും. പ്രൈസലോ. വീണ്ടും നിങ്ങളെ മുമ്പിൽ ഈ ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം ഒരു ഭാഗ്യം ചെയ്തതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എളിയതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളും ചെറുമക്കളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഇവിടെയായിട്ടിരിക്കുന്നു. ഒരു ദൈവവേലയിലാണ് ഒക്കെ ആയിരിക്കുന്നു. അവരെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എളിയനോ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരില്ല. ഓർമ്മ വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓർമ്മ വരുമ്പോൾ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഓർക്ക് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ധാരാളം സമയം ഇല്ലാത്തത് കൊണ്ട് സ്തോത്ര. ദൈവദാസൻ പറഞ്ഞതുപോലുള്ള സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാനും ദൈവദാസനുമായിട്ടൊരു കാലത്തിലായിരുന്നത്. പിണക്കവുമില്ല, വിരോധമില്ല, നല്ല സ്നേഹത്തിലായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാനിടയായത്. കർത്താവ് നമ്മെ ദാസനൊക്കെ ദൈവം അനുഗ്രഹയുടെ വേലയെ ദൈവം മാനിക്കട്ടെ. ഇപ്പോൾ ഇരിക്കുന്ന ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ സഭയുടെ അനുഭവങ്ങൾ അറിയത്തില്ല. പക്ഷേ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. റേഷൻ കട മരിച്ചുപോയി എന്നറിഞ്ഞു. അയാളുമായിട്ട് നല്ലൊരു സ്നേഹമുള്ള ആ വീട്ടിലാണ് ഞാൻ കടന്നു വന്ന് തങ്ങി അവിടെ പാർക്കുന്നത്. ഞങ്ങളിവിടെ ആരാ നടത്തിയിട്ട് പോകുമ്പോൾ ചെതിൽ കയറി ഇങ്ങനെ ഇരിക്കും. പിറ്റേന്ന് ദിവസം ചെതിൽ തട്ടി തറയൊക്കെ ചെതിലായിരിക്കും. ചാണാൻ മുളിയ തറയായിരുന്നു. ആ സഭ ഇത്രത്തോളം വരുന്നല്ലോ. അപ്പോൾ എനിക്കൊരു വെളിപ്പാട് തന്ന് എനിക്കുണ്ടായത് ഇപ്പോഴെനിക്ക് ഓർമ്മ ഉണ്ട്. തേനീച്ചക്കൂട് വളരുന്നത് പോലെ ഈ സഭ വളരും. ചില മടിയനീച്ചതിൻ്റെ അകത്തുണ്ടാകും. ഈ സഭ ഇന്ന് കാണുന്ന മേഖലയല്ല, വരും കാലത്തിൽ ഈ സഭ അറിയപ്പെട്ട സഭയായിരിക്കും. അതങ്ങനെ തന്നെ ആക്കി. പ്രൈസലോ. ആ ദൈവകൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കിനി അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ചിലരൊക്കെ സ്നാനമേറ്റ എത്ര പേരാണെന്നറിയത്തില്ല. സ്നാനമെടുത്തു എന്നറിഞ്ഞു. കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കണ്ടു. ഈ യോഗം ഒരു വലിയ അനുഗ്രഹമായി തീർന്നു. അതോടൊപ്പം കർത്തൃമീശ യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ശരീരവും ഭക്ഷിപ്പാനായിട്ട് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ ഈ സഭയും വളരുന്നതും ഈ ദേശത്തിൽ ഗ്രാമ മക്കൾ വളരുന്നതിലെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എൻ്റെ മുമ്പിൽ ചില വ്യക്തികൾ ഉണ്ടായിരുന്നവരൊക്കെ ഞാൻ വന്ന് അന്വേഷിച്ചപ്പോൾ ചിലരൊക്കെ ഭൂമിയിൽ നിന്ന് നിത്യയിൽ ചേർക്കപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞു. അത് കേൾക്കുമ്പോൾ എനിക്കൊരു ദുഃഖമുണ്ട്. അവരൊക്കെ കാണുമ്പോൾ, അവരെ മുമ്പിൽ ഇരിക്കും, അവരൊക്കെ കാണുമ്പോൾ ഞാൻ ചിരിക്കും. വളരെ സന്തോഷമുള്ള ദൈവമക്കളായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. അവരൊക്കെ ചിലരൊക്കെ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. അതുകൊണ്ട് അവരെ ദൈവം വിശ്രമമാണല്ലോ മറ്റുള്ളവരെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ധാരാളം. 1 പത്രോസിന്റെ ലേഖനം സ്തോത്രം. 1-ാം അധ്യായം 19 വാക്യം വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 1-19 വായിക്കാം. കുറ്റമില്ലാത്ത മാസമില്ലാത്ത ആട്ടുകുട്ടിയായി പ്രൈസലോ. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിന് സ്തോത്രം. സബത്ത് വിശുദ്ധമായി ഒരുക്കിയ നാളായി
ഞങ്ങൾ അടിയനും ഈ സന്നിധാനിൽ കൂടുവാനിടയായി ഈ വായിച്ച വചനത്തിൽ നിന്ന് ചിന്തിപ്പാനും ധ്യാനിപ്പാനും കർത്താവായ യേശു അവിടെ നിന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ബോധം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് യോഗം നടത്തിയ കുടുംബത്തെ അവരെ ധാരാളം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ തരുന്നു. ഈ വചനത്തെ ചിന്തിപ്പാൻ കൃപ തന്ന് വിലപ്പെടുത്തിയാലും യേശുക്രിസ്തു നാമത്തിലെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നല്ല നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ച് കേട്ടത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് എഴുതിയിരിക്കുന്ന, ഞാൻ കുറവാണെങ്കിലും യേശുവിൻ്റെ പാദത്തിരുന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് രുചിച്ചവനായിരിക്കുന്ന പത്രോസ് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. മലയാളി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാമോ? ഉറച്ചൊന്ന് വായിക്കണം. ആ ആ ആ എന്നും നിങ്ങൾ അറിയുന്നല്ലോ, പ്രൈസലോ, ക്രിസ്തയേശു പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമുഖത്തിൽ ഇറങ്ങി വന്ന് പാവിയെ വീണ്ടെടുക്കുവാൻ, പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ പാപത്തെ നീക്കി പാവിയെ ആയി കിടന്ന മനുഷ്യനെ വീണ്ടെടുത്ത് അവൻ്റെ രാജ്യത്തിൻ്റെ പൗരത്വത്തിലേക്ക് ചേർക്കുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് എഴുതിയിരിക്കുന്ന, സഭയ്ക്ക് ലേഖനമായി എഴുതിയിരിക്കുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. ആ വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. തമിഴിൽ വായിക്കുമ്പോൾ ഒന്നുകൂടെ വായിച്ചു. തമിഴിൽ കുറ്റമില്ലാത്ത, നമ്മുടെ യേശുവിൽ എന്തില്ല? കുറ്റമില്ല. ഈ കുറ്റമില്ല എന്നുള്ള വാക്കിനെ പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഊനമില്ലാത്തവനാണ് നമ്മുടെ കർത്താവിന് ഊനമില്ലാത്തവൻ. നമ്മളിലാണെങ്കിൽ ഊനമുണ്ട്, കുറ്റങ്ങളുമുണ്ട്, സംസാരത്തിൽ, വാക്കുകളിൽ ഒക്കെ കുറ്റമുണ്ടവരാണ്. അപ്പൊ ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേക ഒരു ആരാധനയാകുന്നുണ്ട്. ആ ഒരു ഭാഗത്തിൽ മാത്രം ഞാൻ കടന്നു പോവുകയാണ്. കാരണം ഞാൻ ഈ കാര്യം പരിശുദ്ധാത്മാവ് എന്നെ കയ്യേറ്റ് ഞാൻ ചെയ്യുകയാണ്. സ്നാനം കൊടുക്കുകയും കർത്തൃമേശ കൊടുക്കുകയും വളരെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ണിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഭാഗത്തിൽ വളരെ ഗൗരവമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കുറ്റമില്ലാത്ത രക്തം, കുറ്റമില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെയും നമ്മൾ ഇന്ന് പകൽക്കാലം ഭക്ഷിക്കാൻ പോവുകയാണ്. അപ്പൊ അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന ഒരു വിലയേറപ്പെട്ട രക്തമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിലയേറപ്പെട്ട രക്തം. ഈ ലോകത്തിൽ രക്തങ്ങൾ ഒരുപാടുണ്ട്. മൃഗങ്ങളുടെ രക്തം, കോഴിയുടെ രക്തമൊക്കെ ഉണ്ട്. അതേ ലേവ്യപുസ്തകത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഈ രക്തത്തെക്കുറിച്ച് പറഞ്ഞതിന് പത്രോസ് എഴുതിയ കുറ്റമില്ലാത്ത രക്തം, പാപമില്ലാത്ത രക്തം, പരിശുദ്ധമായ രക്തം, പരിശുദ്ധനായ കർത്താവ് ഈ ഭൂമുഖത്തിൽ അവൻ സ്വർഗ്ഗോന്നതം വിടിഞ്ഞ് ഈ ഭൂമുഖത്തിൽ വന്ന് നമ്മോട് സഞ്ചരിച്ച് നമ്മുടെ നടുവിൽ പാർക്കുമ്പോൾ തന്നെ അവനിലൊരു കുറ്റം കണ്ടുപിടിപ്പാൻ ഒരു മനുഷ്യർക്കും കഴിഞ്ഞില്ല. ശാസ്ത്രിമാർക്കോ പണ്ഡിതന്മാർക്കോ പുരോഹിതന്മാർക്കോ അല്ലെങ്കിൽ വേണ്ടുന്ന പിലാത്തോസിനോ കയ്യപ്പാവിനോ ആർക്കും കഴിഞ്ഞില്ല. ലോകത്തിൽ ഒരു മനുഷ്യർക്കും അവനെ കുറ്റം വിധിക്കുവാൻ, കുറ്റം കണ്ടുപിടിപ്പാൻ കഴിഞ്ഞില്ല. വിധിച്ചു എങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. നമ്മെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയും. ഒരുപാട് വാക്കിൽ നിന്ന് കുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയും. ഒരുപാട് നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കാൻ കഴിയും. നമ്മളൊക്കെ ഇന്ന് ആരാധനയ്ക്കൊക്കെ വന്നിരിക്കുക. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളെ തന്നെ ഒന്ന് കുറ്റമുണ്ടോ എന്ന് നമ്മുടെ മനസാക്ഷിയിൽ നമ്മളെ തന്നെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇവിടെ പറയുന്ന പത്രോസ് അത്ര വിശ്വസ്തയോടെ ലേഖനം എഴുതുകയാണ്. കുറ്റമില്ലാത്ത യേശുക്രിസ്തുവിന്റെ ശരീരത്തെക്കുറിച്ച് നാം ഒന്ന് നിദാനിക്കുമ്പോൾ
നമ്മളിവിടെ 80, 70, 60, 30 അല്ലെങ്കിൽ 100, 120 വർഷക്കാലമേ ജീവിക്കത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നാം ജീവിക്കുന്നത് യേശുവോടുകൂടെ ആണ്. പ്രൈസ് ദി ലോർഡ്. ആ യേശുവോടുകൂടെ പാർക്കണമെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ദൈവവചനത്തിന് പ്രകാരം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനമനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ജീവിച്ചില്ല എങ്കിൽ നമ്മൾ ശിക്ഷയ്ക്ക് ഓഹരിക്കാരായിരിക്കും. അതിന് നമ്മൾ ഒരു മാറ്റം വരില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളെ തന്നെ ചിന്തിക്കുകയും അതെ ധ്യാനിക്കുകയും ഉണരുകയും അതിന് നമ്മുടെ ജീവിതത്തിൽ സഭയാണല്ലോ, സബത്ത് എന്ന് പറയുമ്പോൾ വിശുദ്ധമായ നാൾ, അത് നമ്മളെ തന്നെ നിദാനിച്ച് നമ്മളെ തന്നെ ഉണർന്ന് നാം നമ്മെ തന്നെ പരിശോധിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ കുറവ് വശമുണ്ടോ? സ്തോത്രം. കാരണം നമ്മുടെ കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് 53:7 വാക്യം വായിച്ചേ. യെശയ്യാ പ്രവചനം 53:7. അവർ നെരുക്കപ്പെട്ടു ഒടുക്കപ്പെട്ട, ആനാലും അവർ തമ്മുടെ വായ തിരവാമൽ തിരക്കവില്ലേ. അടിക്കപ്പെടുമ്പടി കൊണ്ടുപോകപ്പെട്ടാർ ഒരാട്ടുകുട്ടിയെ പോലവും മയിർ കത്തിരിക്കപ്പെട്ടവനാകെ. അപ്പൊ നോക്കുക, വാ തുറക്കാത്തവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് വാ തുറക്കാതെ നിന്നു എന്ന് ചോദിച്ചാൽ, അത് നമ്മെ വീണ്ടെടുക്കണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു വാ തുറക്കാത്തവനായി നിന്നു. അത് പൗലോസ് റോമർക്കിലെ ലേഖനത്തിനകത്ത് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: നീതിക്ക് വേണ്ടി സ്തോത്രം ഒരുവൻ മരിക്കും, പക്ഷെ പാപത്തിന് വേണ്ടി ഒരുത്തൻ മരിക്കാൻ തുണിയത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവായ യേശു പാപത്തിനു വേണ്ടി പാപിയായിരുന്ന മനുഷ്യനെ പാപത്തിൽ നീക്കം വരുത്തി, പാപിയായിരുന്ന മനുഷ്യനെ പരിശുദ്ധമാക്കി അവനെ നിത്യരാജ്യത്തിലേക്ക് ചേർക്കണം എന്നുള്ള ദൗത്യം കർത്താവ് അത് കാണിച്ചു. അതുകൊണ്ടാണല്ലോ ഇന്ന് ചിലരൊക്കെ സ്നാനത്തിൽ ഒരുക്കപ്പെട്ടത്. അവന്റെ വചനത്തോടെ വെടിപ്പാക്കി, അവന്റെ വചനത്തോടെ ശുദ്ധി ചെയ്തു, വചനത്തോടെ അവനെ നീതീകരിച്ചു. അവനോടുകൂടെ സ്തോത്രം പാപത്തെ ഇന്ന് ചിലതിനെ ഒഴിച്ചിട്ടു. ഈ കുഴിച്ചിട്ടത് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അത് പൊങ്ങി വരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്നത്തെ ലോകങ്ങളും മാധ്യമങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും കുഞ്ഞുങ്ങളുടെ പോക്ക്, കുടുംബത്തിന്റെ പോക്ക്, സഹോദരിമാരുടെ പോക്ക്, സഹോദരന്മാരുടെ പോക്ക്. ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ നമ്മൾ വളരെ, നമ്മുടെ ഒരു ബന്ധക്കോസുകാർ എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായിരിക്കണം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ സ്തോത്രം നമ്മുടെ ഹൃദയങ്ങളെ പാപത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഒരുതൻ മരിക്കാൻ തുണി. പണ്ട് ഞാൻ ഒരിക്കൽ നമ്മുടെ സ്തോത്രം തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന, ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രി സ്തോത്രം താൻ പാസ്സായപ്പോൾ ഒരു സഹോദരി നാവിനെ അറുത്ത് ഒരു ക്ഷേത്രത്തിൽ കാണിക്കേട്ടു. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കറിയാം, പത്രത്തിൽ വന്ന കാര്യമാണ്. ഹല്ലേലൂയ. അത് നല്ല കാര്യമാണ്. അയാൾക്ക് വേണ്ടി താൻ ചെയ്ത ഒരു സഹോദരി ചെയ്തതാ. പക്ഷേ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് ക്രൂശിതനായി. ആ ക്രൂശിൽ നിന്ന് ചൊരിഞ്ഞ രക്തം, ആ ക്രൂശിൽ നിന്ന് ചൊരിഞ്ഞ സ്തോത്രം രക്തത്തിന്റെ ഓരോ തുള്ളികളാണ് ഇന്ന് പകൽക്കാലം നമുക്ക് അറിയാൻ കഴിയും ഇവിടെ ഇരിക്കുന്നത്. അതിനെ നമ്മൾ വിലയിരുത്തി, അത് നമ്മളെ തന്നെ ചോദ്യം ചെയ്ത്, നമ്മളെ തന്നെ നിദാനിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി അടിക്കപ്പെട്ടു എന്ന് നമ്മൾ ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നില്ലേ പറഞ്ഞാട്ടെ. അതുകൊണ്ട് അവൻ എന്തു പറഞ്ഞു? യെശയ്യാ പറയുന്നവൻ അടിക്കപ്പെട്ട വാ തുറന്നില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? വാ തുറക്കും. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞ വാ തുറന്നു പോകും. വാ തുറക്കാത്ത നമ്മുടെ കുടുംബത്തിനകത്ത് ഇരിക്കുകയല്ലേ. സ്തോത്രം. എന്തെങ്കിലും വാ തുറന്നു പോകും. പ്രൈസലാണ്. ഹല്ലേലൂയ. പിണക്കക്കാരുണ്ടെങ്കിൽ പിണക്കം തീർക്കണം. ആത്മീയരായിരിക്കുന്ന ആത്മീയമായി ഒന്നായി തീരണം. വിശ്വാസം നിൽക്കുന്നവർ വിശ്വാസം ഒന്നായിരിക്കണം. കൃപയിൽ നിൽക്കുന്നവർ കൃപയിൽ ഒന്നായി നിൽക്കണം. കഴിഞ്ഞ ആളുകൾ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു,
കൃപയിൽ നിന്ന് ചോർന്നു പോകേണ്ട കാരണമെന്ത്? കൃപയിൽ നിന്ന് അകരേണ്ട കാരണമെന്ത്? ആ ദേവാലയത്തിൽ നമ്മൾ അകരുന്നു പോകേണ്ട കാരണമെന്ത്? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ചോദ്യം ചെയ്യാതെ, കൃപയെ നിദാനിക്കാതെ പ്രാർത്ഥിക്കാൻ കഴിയാതെ നമ്മൾ പോകുന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മളത് നിദാനിച്ച് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞു? വാ തുറക്കാത്തവനായി നിന്നു. എന്തുകൊണ്ടാണ് വാ തുറക്കാത്തത് എന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടിയായിരുന്നു, എന്നെ വീണ്ടെടുപ്പാൻ വേണ്ടി. മറ്റുള്ളവരെക്കാളും ഞാൻ പറയുന്നത്, എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു എന്ത് ചെയ്തു? വാ തുറക്കാത്തവന്. അതുകൊണ്ടാണല്ലോ എനിക്കൊരു ഭാഗ്യം ഇങ്ങനെ ലഭിച്ചത്, കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിപ്പറയുവാൻ. കാൽവരി നാഥനായ ഒരു തുള്ളി ചോരയില്ലാതെ ഈ ഭൂമുഖത്തിൽ മാനവജാതിക്ക് വേണ്ടി ഒരുക്കി തന്ന ക്രിസ്തു 2 കള്ളന്മാരുടെ നടുവിൽ അർത്ഥപ്രാണനായി നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. വേദവസ്വം പറയുന്നത് 1:39 അടി കൊണ്ട്. ഹല്ലേലൂയ. 39 അടി കൊണ്ടപ്പോൾ ഉഴവച്ചാല് നമുക്കറിയാം, വയലിൽ സ്തോത്രം ഒരു കലപ്പയിൽ മുഖം വെച്ച് ഉഴുതത് പോലെയാണ് അവന്റെ ശരീരമായിരുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഉഴവുചാല് പോലെയായി. ഡോക്ടർമാരുടെ സ്തോത്രം അവരുടെ നിബന്ധന അനുസരിച്ച് നോക്കുമ്പോൾ എവിടെയും തുന്നിക്കെട്ടുവാൻ സ്ഥലമില്ലാതെ ഇരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു മുറിവേൽക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, ഉടയ്ക്കപ്പെട്ടു, മാംസം കീറിമുറിക്കപ്പെട്ടു, അവന്റെ ശരീരം രക്തം ഒഴുകപ്പെട്ടു. നമുക്ക് വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രോഗങ്ങൾ, ചിലപ്പോൾ ഇവിടെ ഇന്ന് പകൽക്കാലം ചിലർ രോഗികളായിരിക്കും. ചിലർ പറയുന്നത് കേട്ടു, വളരെ ബലഹീനരായിരിക്കുന്നു, ക്ഷീണിതരായി വന്നു, നടത്തിക്കൊണ്ടുവന്നു എന്ന്. ശരിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അപ്പം കഴിക്കും, അല്ലെങ്കിൽ ഈ സന്നിധാനം യേശുവിനെ ഓർക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെടുന്ന മാത്രമല്ല, ചില വിടുതലുണ്ടാകും. പണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ സ്തോത്രം, എൻ്റെ ആത്മീയ പിതാവ്, പുള്ളി മരിച്ചുപോയി. പുള്ളി ഭയങ്കര ഉപദേശത്തിന്റെ കരുസനമുള്ള മനുഷ്യനാണ്, അപ്പോസ്തലനാണ്, ഭയങ്കര കരുസനമുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു ഒരു ഭവനത്തിൽ ഇതേപോലെ അപ്പം നുറുക്കുമ്പോൾ കർത്തൃമേശയുടെ സമയത്തിൽ ഭർത്താവാണ് വലിയൊരു മദ്യപാനിയാണ്. സ്തോത്രം, വലിയൊരു മദ്യപാൻ. രോഗശാന്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞാലേ ഇത് നടന്ന സംഭവം. സ്തോത്രം, എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞൊരു കാര്യമാണ്. സ്തോത്രം, ദൈവത്തിന്റെ സന്നിധാനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മദ്യപാനി, ഈ സഹോദരി ദേവാലയത്തിൽ കടന്നുപോയി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. അങ്ങനെ നടക്കുമ്പോൾ കർത്തൃമേശ് നടക്കുകയാണ്. തമിഴിലെ തിരുവിരുന്ന് അല്ലെ കർത്തൃമേശ് നടക്കുന്നു. ഈ കർത്തൃമേശ് നടക്കുമ്പോൾ ഞാൻ കർത്തൃമേശയിൽ പോകുന്നു, എങ്കിലും അനുവാദമില്ല. സ്തോത്രം, എങ്കിലും ചോദിച്ചു. ഭർത്താവ് പിണങ്ങിയിരിക്കുന്ന, വഴക്കാണ്, മദ്യപാനിയാണ്. എങ്കിലും ഒരു വാക്ക് ഞാൻ ഇങ്ങനെ ആരാ നടക്കുന്നു, ഞാൻ പോകുന്നു, ഒന്ന് പോട്ടോ എന്ന് ചോദിച്ചപ്പോ എന്തെങ്കിലും വഴക്കും പറഞ്ഞു, തെറി വിളിച്ചു. തെറി വിളിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, നിന്റെ യേശു അല്ലേ? സ്തോത്രം, യേശുവിന്റെ മാംസത്തെ ഒന്ന് കാണണം, കൊണ്ടുപോകാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താ നടക്കുന്നത് ഇവിടെ? എന്താ നടക്കുന്നത്? ഇത് ദൈവദാസൻ പറയേണ്ട കാര്യമാണ്. എന്നാൽ ഈ വചനം വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സൂചന ഞാൻ പറഞ്ഞു പോവുകയാണ്. സ്തോത്രം. എന്നാൽ ആ സന്നിധാനത്തിൽ ആ സഹോദരി ദൈവാരാധനയ്ക്ക് വന്നു. കർത്തൃമേശ പങ്കെടുക്കുമ്പോ അവിടെ കൊടുക്കുന്ന മുന്തിരിച്ചാറ്, ഇടിച്ചെടുക്കപ്പെട്ട കർത്താവിന്റെ ശരീരം വാർന്നു ഒഴുകിയ ആ രക്തം അവൾ കുടിച്ചു. അവിടെ നിന്ന് കൊടുത്തത് ബന്നോ അല്ലെങ്കിൽ സ്തോത്രം ബ്രെഡിന്റെ ഏതോ ഒരു ഭാഗം പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ അപ്പത്തെ ചുട്ട് ഗോതമ്പിനെ ഇടിച്ചെടുത്ത് അപ്പത്തെ ഉണ്ടാക്കി അതിനെ കൊടുത്തതായിരിക്കാം. അതിനെ പ്രാർത്ഥിച്ച് ആ സഹോദരി കയ്യിലേക്ക് വച്ചിരുന്നു. വീട്ടിൽ പോവുകയാണ്. വെട്ടോതി തേച്ച് വെച്ചിരിക്കുക. സ്തോത്രം, എന്റെ ആത്മീയ പിതാവ് പറഞ്ഞ കാര്യമാണ്. പുള്ളി മരിച്ചു കൺമറഞ്ഞു പോയി. പക്ഷേ ഈ ഓർമ്മയിൽ ഈ കാര്യം പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞ കാര്യമാണ്. അവരുടെ ശിഷ്യനായിരിക്കുന്ന എന്നെയും ഞാൻ ഈ കാര്യം പറയുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സന്നിധാനത്തിനെ കയ്യിൽ വെച്ചിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി കുടിക്കുന്ന ഭർത്താവ് വെട്ടോത്തിന് തേച്ച് വെച്ചോണ്ട് നിൽക്കുകയാണ്. പക്ഷേ ആ ഭർത്താവ് സഹോദരി പോകുന്നത് കണ്ടപ്പോൾ പേടിച്ച് കിടുങ്ങി പോവുകയാണ്. കിട്ടിയത് എന്താണ്? ഒരപ്പത്തിന്റെ തുണ്ടാണ്. പ്രൈസ് ദി ലോർഡ്.
ഈ ഒരു അപ്പത്തിന്റെ തുണ്ടാണ്. ഇത് കൊണ്ട് കയ്യിൽ ഇങ്ങനെ പൊത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നു. കൊണ്ട് ഇങ്ങനെ കൈ തുറന്നതും കയ്യിൽ നിന്ന് ബ്ലഡ് ഒഴിക്കുന്നു. ഹലോ, ബ്ലഡ് ഒഴുകുകയാണ്. സ്തോത്രം. ഭർത്താവ് അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു. ഹലോ, മാനസാന്തരപ്പെട്ടെന്ന്. അതാ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയത്. യേശു നീതി വെളിപ്പെടുത്തിയത്. യേശുവിന്റെ വചനം ഒരിക്കലും എന്ത് ചെയ്യില്ല. ആമേ, അത് അനീതിയായി പോയിട്ടില്ല, അത് നീതിക്കായി വെളിപ്പെട്ടു. ആ കുടിക്കാരൻ അന്ന് മാനസാന്തരപ്പെട്ടു. ആമേ, സ്തോത്രം. കയ്യിൽ നിന്ന് ഒഴുകിയത് എന്താണ്? വിറയ്ക്കാണ്, മാംസം വിറയ്ക്കുകയാണ്. കയ്യിൽ കിട്ടിയത് ഒരു ചെറിയ കഷണമാണ്. അതിനെ വിശ്വാസത്തോടെ നീ കഴിച്ചാൽ നിന്റെ അകത്തെ മനുഷ്യൻ രൂപാന്തരവും പാപബോധവും രോഗശാന്തിയും വിടുതലും, നിന്റെ അസ്ഥികൾക്ക് രൂപാന്തരവും, നിന്റെ ശരീരത്തിന് വിടുതലും, നിന്റെ കുടുംബത്തിന് സമാധാനവും, നിന്റെ മക്കൾക്ക് സമാധാനവും, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കടന്നു വരും. കാരണം ഇത് നിന്നെ തന്നെ നീ നിദാനിക്കണം. അതേ കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. അതേ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം, ആമേ സ്തോത്രം, 11-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ച്. എന്താ മനുഷ്യനും കണ്ടോ, യേശുവിനെ നീ എപ്പോ ആരാധിച്ചാലും നമ്മുടെ കുറവിനെ കണ്ടുപിടിക്കണം. ആരാധന സമയത്തും പ്രാർത്ഥന സമയത്തും ആമേ ഈ വിഹമാകുന്ന കർത്താവിന്റെ രക്തവും മാംസം കഴിക്കുമ്പോഴും, ആരാധനയ്ക്ക് വരുമ്പോഴും, കൂട്ടായ്മയിൽ വരുമ്പോഴും, ആമേ സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും, ദൈവത്തിന് സ്തോത്ര കാഴ്ച കൊടുക്കുമ്പോഴും, ദൈവത്തിന് ദശാംശം കൊടുക്കുമ്പോഴും, അത് കൊടുക്കുന്നതിന്റെ ജീവിതത്തില് എല്ലാം നിന്നെ തന്നെ ശോധന ചെയ്യണം. ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നിന്നെ തന്നെ അത് ശോധന ചെയ്യണം. എന്തിനാ ശോധന ചെയ്യുന്നത്? നിനക്ക് ശിക്ഷ വരാതിരിക്കാൻ, നിനക്ക് ആപത്ത് വരാതിരിക്കാൻ, നിനക്ക് നാശം വരാതിരിപ്പാൻ, നിന്റെ കുടുംബത്തില് നാശം വരാതിരിപ്പാൻ നിന്നെ തന്നെ ശുദ്ധി ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനസ്സിനെ ചിലപ്പോ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്, ചിലപ്പോ ഇന്ന് ഒരുപാട് ദിവസം കൊണ്ട് ആരാധനയ്ക്ക് വന്നില്ല, അത് നിന്റെ ജീവിത കുറ്റമാണ്. സമാരാധന മുടങ്ങുന്നത് തെറ്റാണ്, കൂട്ടായ്മ മുടങ്ങുന്നത് തെറ്റാണ്. ആമേൻ. നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ പറയുന്നത്, ആമേ, ശബത്തിൽ ഈ ആലയത്തിൽ ആരാ നടക്കുമ്പോൾ ഇതിൽ കൂടെ ഒരാള് ചുമട് കൊണ്ട് എന്ത് ചെയ്യരുത്, പോകാൻ പാടില്ല. ശബത്തെ വിശുദ്ധമാക്കി കാണണമെന്നാണ് ആമേൻ നെഹെമ്യാവിന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആമേ സ്തോത്രം. ഒരു ചവിട്ടടി പോലും, ഒരു ഒച്ചപ്പാട് പോലും കേൾക്കരുതെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. അതുകൊണ്ട് പൗലോസ് 14 ലേഖനം എഴുതിയ പൗലോസ് പറയുന്നു, എന്ത് മനുഷ്യനും തന്നെ ഇപ്പൊ അടുത്തവരുടെ ശരീരത്തെ, അടുത്തവന്റെ കുറ്റത്തെ നമ്മൾ ചൂണ്ടാന്ന കാട്ടിലും നമ്മുടെ തെറ്റിനെ നമുക്ക് തന്നെ നോക്കി പാർക്കുന്ന നല്ലതാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അടുത്തവരെ കുറ്റം പറയാൻ ചിലർ വഴക്ക് പറയും, അടുത്തവരെ കാര്യം പറയും. നമ്മൾ വഴക്കിനു മുമ്പേ നമ്മളെ തന്നെ ശോധന ചെയ്യുന്ന നല്ലതാ. നമ്മളിത് അത് പറയാമോ എന്ന്. നമ്മൾ ഈ ഇന്ന് പകൽക്കാലം ഇവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്നു, അത് നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നല്ലതാ. ഈ ആലയത്തിൽ വന്നവർ, നിങ്ങൾ കുടുംബത്തിലിരിക്കുന്നവർ, നിങ്ങൾ മക്കളുള്ളവരാണ്, നിങ്ങൾ കുടുംബത്തിന്റെ സന്തോഷം നയിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നല്ലതാ ഏത് സമയവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രം ശോധന ചെയ്യും, അത് നിദാനിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. നിദാനിക്കണം, ചിന്തിത്ത് അത് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ അപ്പം കഴിക്കാൻ. യേശുവിനെ അതാണ് നേരത്തെ പറഞ്ഞ ഊനമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ, വൈരാഗ്യമില്ലാത്തവൻ, ശാഠ്യമില്ലാത്തവൻ, ആരോടും പിണങ്ങാത്തവൻ, ആരോടും കുറ്റം പറയാത്തവൻ, ആരോടെയും വിധിക്കാത്തവൻ, ആമേൻ, വിധിച്ചവനെയും വിധിയെ മാറ്റി തിരിച്ചെടുത്തവൻ, ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നല്ലേ പറഞ്ഞാട്ടെ. എത്ര പേർക്ക് മനസ്സിലാകുന്നു എനിക്കറിയില്ല. എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതേപോലെ ഒരു കർത്താവ് മുൻപിലും ഇല്ല, ഇനി വരാനും ഇല്ല. നമ്മുടെ കർത്താവ് വരാറായി. ഇവൻ പരിശുദ്ധനാണ്, വേലത്തകത്തിൽ പോയിരിക്കുക. കാരണം ഇതേപോലെ ഇനി ഒരു ദൈവത്തെ കാണാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്.
പക്ഷെ അവരെ കൊണ്ട് ആർക്കും പാപത്തിന് മോചനം തരാനോ മനുഷ്യനെ വില കൊടുക്കുവാനോ വീണ്ടെടുക്കുവാനോ രക്ഷിപ്പാനോ കഴിഞ്ഞിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്റെ പ്രവൃത്തി എല്ലാം ചെയ്തിട്ട് താൻ പറഞ്ഞതുപോലെ മരിച്ച്, പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, പറഞ്ഞതുപോലെ സ്വർഗ്ഗാരോഹണം ചെയ്തു, പറഞ്ഞതുപോലെ കർത്താവ് വരാൻ പോവുകയാണ്. അതെന്തിനാ വരുന്നത്? സഭയെ ചേർക്കാൻ വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ചുമ്മാ റോഡിൽ കൂടെ നടക്കുന്നവനെ ചേർക്കാനല്ല, സഭയെ ചേർക്കാൻ. സഭ, രക്ഷിക്കപ്പെട്ട സഭ. കഴിഞ്ഞ നാളിൽ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട അതേ സ്തോത്രം. ഒരു വചനം ഒന്നുകൂടെ വായിച്ച്, ആ സങ്കീർത്തനം 3-ാം സങ്കീർത്തനം 8-ാം വാക്യം. ആമേൻ. രക്ഷിക്കപ്പെട്ടവനെ, രക്ഷിപ്പ് കർത്തരുടേത്, ദേവനുடைய ആശീർവാദം. ആരെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ആരാണ്? ദൈവമാണ്. ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിക്കുക. കർത്താവായ യേശുവാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. അപ്പൊ ഈ അനുഗ്രഹം എവിടെ നിന്നാ വരുന്നത്? സ്വർഗത്തിൽ നിന്നാ വരുന്നത്. അപ്പൊ നിങ്ങളെ രക്ഷിച്ചതിന് ശേഷം ശിക്ഷയിൽ നിന്നുള്ള രക്ഷ നിങ്ങൾക്ക് നൽകി കർത്താവായ യേശു ക്രിസ്തു, ക്രൂശിതനായ ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ മേഖലയിൽ ഇത് ഉണ്ടാകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഇത് കഴിക്കാവൂ. സ്നാനമേറ്റ വ്യക്തിക്ക് ഇത് കഴിക്കാവൂ. വേർതിരിക്കപ്പെട്ടവനെ ഇത് കഴിക്കാവൂ. മനസാക്ഷി തന്നെ വിധിച്ച്, മനസാക്ഷി തന്നെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ നീ നിരന്നുകൊള്ളണം. നിന്നെ തന്നെ നിരന്നുകൊള്ളണം. പൗലോസ് പറയുന്നു, നിന്നെ തന്നെ നീ നിരക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധാനത്ത് നിന്നെ തന്നെ നീ നിരന്നുകൊള്ളുന്നത് അത് നല്ലതെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, അവനിൽ ഊനമില്ല, അവനില് ഊനമില്ലാത്തവൻ. നമ്മൾ ആ ഊനമില്ലാത്ത യേശുവിനെയാണ് ആരാധിക്കുന്നത്. നമ്മളിൽ ഏതെങ്കിലും ഊനമുണ്ടെങ്കിൽ അത് കളയണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് എവിടെയും കാണും ഈ കേൾക്കുന്ന വചനം. 99 നീതിമാനെ പറയും, ഒരു പാപി മനം തിരിയുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കുക. അങ്ങനെ ഒരു പാപി ഇതിനകം മടങ്ങി വരുവാനോ നിന്നെ കുറ്റങ്ങൾ ഏറ്റുപറയാനോ ഉണ്ടെങ്കിൽ അവിടെ വച്ച് നീ നിരക്കുന്നത് നീ നല്ലതാണ്. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ കടന്നൊരു താല്പര്യപ്പെടുന്നു. അതേ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ കൊരിന്ത്യർക്കൽ ലേഖനത്തിൽ താഴെ എന്താ മനുഷ്യനും അറിന്ത് ശോധന കഴിക്കണം. ഒന്ന് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം വായിച്ച്. മഹാശബ്ദമിട്ട് ഒരു അടിക്കപ്പെട്ട ആടിന്റെ സ്തോത്രം, ഹല്ലേലൂയ, മാംസമാണ് ഇവിടെ കഴിക്കുന്നത്. അടിക്കപ്പെട്ട ആട്ടുകുട്ടി അടിച്ചിരിക്കുക. അതാ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. അടിച്ച് അവന്റെ ശരീരത്തെ ഓരോ മാംസങ്ങളെയും കീറി മുറിച്ചു. സ്തോത്രം. ഈ മാംസം കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരു വേദപണ്ഡിതൻ പറഞ്ഞത്, ഇതിനെ സ്തോത്രം വെള്ളത്തിൽ ഇട്ടപ്പോൾ ഈ മീൻ ഓടുന്നതുള്ള ഓടിയെന്ന. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ മാംസത്തെ കുറിച്ച് വെളിപ്പാട് യോഹന്നാൻ പറയുന്ന വാക്ക് കേൾക്കുക. അവൻ അടിക്കപ്പെട്ടു എന്ന്, അവൻ നുറുക്കപ്പെട്ടു എന്ന്, അവൻ രോമം കത്തിരിക്കപ്പെട്ടു. യെശയ്യാ പറഞ്ഞ വാക്ക് വെളിപ്പാടുകാരനായിരിക്കുന്ന യോഹന്നാൻ എടുത്തു പറയുന്നു സഭയോട്. ഒരല്ലേ പറഞ്ഞില്ല? ഹല്ലേലൂയ. അവൻ എടുത്തു പറയുന്നത് കണ്ടോ, അവൻ അടിക്കപ്പെട്ടു എന്ന്. ഈ അടിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്നത്. അവനെ ഓർമ്മിക്കാൻ, അവനെ ആരാധിപ്പാൻ. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് ദൈവത്തിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. നാം ആരാധിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ ആരാധിക്കണം, പൂർണ്ണാത്മാവോടെ ആരാധിക്കണം. വെറുതെ ഒന്ന് ആരാധിക്കാൻ പള്ളിയിൽ പോയി ഒന്ന് ചടങ്ങിനെ ആചരിച്ചിട്ട് വരുന്നതല്ല. അത് വേറെ പള്ളികളുണ്ട്. നമ്മുടെ ആത്മീയ ആരാധന എന്ന് പറയുന്നത് ചടങ്ങല്ല, അത് ഹൃദയം തുറന്നുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്നുള്ള ആരാധന. ആ ആരാധന നീ ചെയ്തിട്ട് നീ വീട്ടിൽ പോയാൽ നിന്റെ വീട്ടിനകത്തൊരു അനുഗ്രഹം ഉണ്ടാകും, അല്ലെ വീട്ടിനകത്തൊരു മാറ്റം വരും. ശത്രുഭീതി നിന്നെ വിട്ടുപോകും. കാരണം നീ ആരാധിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. സാത്താൻ അറിയാം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാ യോബുവിന്റെ ഭവനത്തെ ചുറ്റി സകലത്തെയും വേലികെട്ട് സൂക്ഷിച്ചു വച്ചിരുന്നതിനെ പിശാചിന് മനസ്സിലായി, നീ അവനുള്ളതെല്ലാം വേലികെട്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്നില്ലയോ. ആരാധന പോകുമ്പോ സാത്താൻ നിന്റെ കുടുംബത്തിനകത്ത് വാദിക്കുന്ന നിന്നെ വിട്ടുപോകും. നീ ആരാധിച്ചിട്ടാ പോകുന്നേ. പക്ഷെ ആരാധനയ്ക്ക് വന്ന് ആരാധിക്കണം.
ഞാൻ ചില പിള്ളേരൊക്കെ ഞാൻ ഇവിടെ കണ്ടു, ചിലരൊക്കെ കയ്യും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഇരിക്കുന്നില്ല. അത് ഈ കുസൃത്തനങ്ങളാണ്. അത് വീട്ടിലും അങ്ങനെയാണ്. അവർ കയ്യും കാലും ചുമ്മാ ഇരിക്കും. വീട്ടിലുള്ള ആ പ്രവൃത്തിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. വീട്ടിൽ കയ്യും കാലും ചുമ്മാ ഇരിക്കില്ലല്ലോ. എന്തെങ്കിലും കിള്ളിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും നുള്ളിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതൊരു ദുർശീലമാണ്, അനുസരണക്കേടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലവരെന്ത് ചെയ്യുന്നു, ഈ ഗൗരവത്തോടെ അത് ചിന്തിച്ചെടുക്കില്ല. അപ്പൊ അവരുടനെ അങ്ങോട്ട് കൈ കാണിക്കും, ഇങ്ങോട്ട് കൈ കാണിക്കും. അവരിവിടെ നിന്ന് തന്നെ ബൈബിളിലൊരു വാക്യമുണ്ട്, നിനക്ക് കൈ ഞാൻ അത് പറയുന്നില്ല, സബത്തല്ലേ, അതുകൊണ്ട് ഞാൻ ആ ഭാഗം എൻ്റെ വായിൽ നിന്ന് വിടാൻ സൂക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൈ അങ്ങനെ നീട്ടാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ശ്രദ്ധിച്ചിരിക്കണം. കാരണം കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നു, കാണുന്നു. അതിനൊരു വചനം വായിച്ച് കർത്താവ് കാണുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് സംശയമല്ലേ? 11 സങ്കീർത്തനം 4 വാക്യം വായിച്ച് കർത്താവ് ആരാണെന്ന്. കർത്താവ് എവിടെ ഇരിക്കുന്നു? പരിശുദ്ധ സന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവിന്റെ സിംഹാസനം പരലോകത്തിലിരിക്കുന്നു. അവിടെ കണ്ണുകൾ, അവന്റെ കണ്ണെങ്ങനെ ഇരിക്കുന്നു? മനുഷ്യപുത്രന്മാരെ കാണുന്നു. അവന്റെ ഇമ, അവന്റെ ഇമ അവനെ ശോധന ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കൈയും കാലും ഒക്കെ വെച്ചുകൊണ്ട് വളരെ ദേവാലയത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗ്ഗമിന്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാതപിടം. നമ്മുടെ പാതപിടം ചിലപ്പോ രണ്ടാമത്തെ മാടിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിലും അവന്റെ പാതപിടത്തിലായിരിക്കുന്നത്. സ്തോത്രം. കാരണം അവന്റെ ഉള്ളം കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കണം. ഭയത്തോട് ദൈവ സന്നിധാനത്തിൽ വരണം. ഭയത്തോട് ദൈവത്തിന്റെ സന്നിധാനത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ നിങ്ങൾ ഭയത്തോടെ വരണമോ? ദൈവത്തിന് മുമ്പിൽ വരുന്നതിന് 4 കാര്യമുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ചാൽ 100 സങ്കീർത്തനം 4 വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന് മുമ്പിൽ വരുന്നതിന്റെ തെളിവ് അവിടെ ഉണ്ട്. 100 സങ്കീർത്തനം. നിന്റെ ദേവാലയത്തിൽ വരുമ്പോ നിന്റെ വാതിൽ സ്തുതിയോടും, ഒന്ന് മൈക്ക് കൂടെ വായിച്ചോ. അവരാരെ തുതിക്കണം? നീ ആരെ സ്തുതിക്കാനാ വന്നിരിക്കുന്നത്? കൈയും കാലം നീട്ടാനാണോ വന്നിരിക്കുന്നത്? കൈയും കാലം കൊണ്ട് ഞെടിഞ്ഞ് ഓടിക്കാനാണോ വന്നിരിക്കുന്നത്? കുഞ്ഞുങ്ങളായിരുന്ന അവളെ ശ്രദ്ധിക്കണം, സൗകര്യമാർ ശ്രദ്ധിക്കണം. ആരെ ആരാധിക്കാൻ വന്നിരിക്കുന്നു? കർത്താവിനെ. ആരുടെ നാമത്തിലായിരുന്നു സ്നാനം വെച്ചേ? കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി രക്തം ചിന്തി എന്നുള്ള ബോധം വരുത്തി, ഭാവബോധം വരുത്തി ലോകത്തിൽ നിന്ന് വിട്ട് കർത്താവിനോട് ചേർന്നിരിക്കുക. ജീവന്റെ പുസ്തകത്തോടെ പേരെഴുതപ്പെട്ടു, കർത്താവിനോട് ചേർന്നിരിക്കുക. ആ വ്യക്തിയെ ചേർക്കാൻ കർത്താവ് ഇതുവരെയും എടുക്കാത്ത കർത്താവ് അവരെടുക്കുകയാണ് കേട്ടോ. അവരപ്പോ എങ്ങനെ വന്നു? സ്തുതിയോടെ വന്നു, ആരാധനയോടെ വന്നു, പ്രാർത്ഥനയോടെ വന്നു. വായിച്ച ഒന്നുകൂടെ, ഒന്നേന്ന് വായിരെ. അവിടെ വാസൽ സ്തുതിയോടും പ്രകാരങ്ങളിൽ, അവിടെ പ്രകാരങ്ങളിൽ പുകഴ്ച വേണം. എന്തെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ടല്ല പുകഴ്ച. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിനക്കൊരു പുകഴ്ച വേണം. ദൈവത്തെ ആരാധിച്ചു ഞാൻ. മറ്റുള്ള ജനം കാണുമ്പോൾ പറയും, ഞാൻ ദൈവത്തെ ആരാധിച്ചു. നീ എവിടെ പോയി? ദൈവത്തെ ആരാധിച്ചു. നിന്നെ കാണുമ്പോൾ തന്നെ പറയണം, നീ ആരാധിച്ചിട്ടാ പോകുന്നതെന്ന്, പാടിയിട്ടാ പോകുന്നതെന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടാ നീ പോകുന്നതെന്ന് ജാതികൾ നിന്നെ കുറിച്ച് പറയണം. സ്തോത്രം. നിന്നെ പരിഹസിച്ചവരല്ലേ, ബന്ധക്കോസുകാരാ എന്നൊക്കെ നിന്നെ പരിഹസിച്ച നമ്മളും ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞവരാ. നമ്മളും ഒരു കാലത്ത് പറഞ്ഞവരല്ലേ, ബന്ധക്കോസിൽ പോണോ എന്നൊക്കെ നമ്മൾ ഒരുപാട് കളിയാക്കിയവരാ. ആ കളിയാക്കിയ നമ്മളാ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ദൈവത്തെ വിധിച്ചവരാ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ എന്ത് ചെയ്തു? ഈ വചനത്തിന് മാർമിയ സത്യം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് സംഗീതക്കാരൻ പറഞ്ഞിരിക്കാണ്ടോ, വാതിൽ സ്തുതിയോടെ വരണം, പ്രകാരങ്ങൾ നീ വരുമോ പോഴ്ചോടെ വരണം. പ്രകാരത്താ നീ വന്നിരിക്കുന്നത്. അതേ സ്തോത്രം. പ്രകാരം പരിശുദ്ധലം. ദൈവത്തിന് 3 നിലകളിലാണ് തിരിച്ചിരിക്കുന്നത്. അതിനെ അതിപരിശുദ്ധ നൽകുന്ന മഹാപുരോഹിതനാ. ആ മഹാപുരോഹിതൻ പാപം ചെയ്ത് അവൻ വീഴും. സ്തോത്രം. ഇവിടെ നമുക്ക് നിൽക്കണമെങ്കിൽ അത് പരിശുദ്ധത്തോടെ നിൽക്കേണ്ടത്. ഈ പരിശുദ്ധ നിദാനത്തിൽ നിന്നും കൊണ്ട് ഇവിടെ നിന്ന് വരുന്ന വചനം അല്ലെങ്കിൽ ആലോചന, കർത്താവിന്റെ വാക്ക്, അത് നീ ഏറ്റെടുത്ത് നീ സൂക്ഷിച്ചാൽ, അത് നിന്നെ പഥ്യമായി സൂക്ഷിച്ചാൽ, അത് നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാ. ആമേൻ. നിന്റെ ആപത്തൊന്നും വരാതെ ദൈവം സൂക്ഷിക്കും, അനർത്ഥങ്ങൾ വരാതെ സൂക്ഷിക്കും. ഇവിടേക്ക് ദേവാലയത്തിൽ വന്ന് പ്രശ്നം കാണിച്ചിട്ട് നമ്മൾ നടന്നാലേ ദൈവം അടിക്കും, ദൈവം ശിക്ഷിക്കും. അത് നമ്മൾ നല്ല മനസ്സിലാക്കണം. ദൈവം അടിക്കുവോ? അടിക്കും. ദൈവം ശിക്ഷിക്കും. അതിന് ചില അനുഭവം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അനേക അനുഭവങ്ങൾ എനിക്ക് പറയാൻ കഴിയും. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. കാരണം ദൈവസന്നിധാനത്തിൽ സഭ നടത്തുന്നതുകൊണ്ട്, സഭയുടെ അകത്തിരിക്കുന്നത് കൊണ്ട്
ആത്മാക്കളെ നിയന്ത്രിക്കുന്നുണ്ട്, ആത്മാക്കൾക്ക് വേണ്ടി ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അനവധി ദൈവജനം തെറ്റ് കാണിച്ചു പോകുമ്പോൾ ദൈവം ശിക്ഷിച്ചത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഇങ്ങനെയും ദൈവം ശിക്ഷിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവ സമൂഹത്തിൽ നിങ്ങൾ എങ്ങനെ വരണം? ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, ഭയത്തോടെ ആരാധിപ്പിൻ, ഭയത്തോടെ നടപ്പിൻ. നിങ്ങൾ എവിടെ പോയിരുന്നാലും നിങ്ങളെക്കുറിച്ചൊരു ബലമുണ്ട്. നിങ്ങൾ വീടുകളിൽ പോയാലും നിങ്ങൾക്കൊരു വിലയുണ്ട്. ആ വില ആമേ കുടുംബത്തിലിരുന്നാലും ആമ ഒരു വിലയുണ്ട് ദൈവ പൈതലിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വില നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. വേദപുസ്തകത്തിൽ ഒരുപാട് വിലകളൊക്കെ ഉണ്ട്. വായിച്ച അടുത്ത് ഇനി 2 പോയിന്റ് ഉണ്ട്. അവരെ സ്തുതിക്കണം. നീ പ്രകാരങ്ങൾ വരുമ്പോ പൂഴ്ച പറയുമ്പോ നീ സ്തുതിക്കണം. സ്തുതിക്കാൻ അറിഞ്ഞൂടെ? നിനക്ക് സ്തോത്രം പറയാൻ അറിഞ്ഞൂടെ? ആ സ്തോത്രത്തിന് വിലയുണ്ടെന്നേ. സ്തോത്രത്തിന് വിലയുണ്ട്. സ്തോത്രം പറയുമ്പോൾ കൃപ പെരുകുന്നു. സ്തോത്രം എന്ന് പറയുന്ന ഒരു യാഗമാണ്. ആ യാഗം നീ അർപ്പിക്കണം. നിന്റെ വായ ചുമ്മാ ഇരിക്കരുത്. എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ കർത്താവിന്റെ ദാസൻ ഞാൻ പ്രാർത്ഥിക രാത്രി പോകും. പുള്ളിയുടെ വായുന്ന സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. ദൈവം വിടിവിൻ കേട്ടോ. സ്തോത്രത്തിന് വിലയുണ്ട്. ഞരമ്പുകൾക്ക് അസവുകളുണ്ട്. നീ കൈയടിച്ചു നോക്ക്. ആമേ, ഒരു വേദപണ്ഡിതൻ നീ കൈയടിച്ചൊന്ന് ആരാധിച്ചു നോക്കണം. അതിന്റെ ഹാർട്ട് വിടും. ഹാർട്ടിന്റെ ഉള്ളിനകത്ത് ആമേ അവിടെ ഭീകരസന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിനക്ക് രൂപാന്തരം ഉണ്ടാകും. ഹാർട്ട് നിനക്ക് വരത്തില്ലെന്നാ പറയുന്നത്. കൈയടിക്കണമെന്നാ. സ്തോത്രം. കൈയടിച്ച് ദൈവത്തെ ആരാധിക്കണം. കൈയടിക്കണമോ? നമുക്ക് കൈയടിക്കാൻ പറ്റുന്നില്ല. സമുദ്രങ്ങൾ കൈയടിക്കുന്നല്ലോ. 98 സങ്കീർത്തനം. സ്തോത്രം. 98 വാക്യം വായിച്ചേ. എന്തോന്ന്? നമുക്ക് കൈകൊട്ടാൻ പറ്റുക? നമ്മൾ കസേര ഇരിക്കുകയല്ലേ? സഹോദരിമാർ കസേര ഇരിക്കുകയല്ലേ? ആറുകൾ കൈകൊട്ടുന്നുണ്ടാ? കണ്ടില്ലേ? ഇത് വചനത്തിലുള്ളതല്ലേ? നിങ്ങളുടെ ബൈബിൾ കാണുന്നില്ലേ? ആ സഹോദരന്മാരുടെ ബൈബിൾ ഉണ്ടോന്ന് ഒന്ന് വായിച്ചേ. കിട്ടിയില്ലേ? ആ വന്ന് ഞാൻ ഒന്ന് വായിര്. കർത്തർക്ക് മുൻപാകെ ആറുകൾ കൈകൊട്ടുന്ന ഉണ്ടോ? എന്താ ആറുകൾ കൈകൊട്ടുന്നത്? നിങ്ങളെ ഒരു പേച്ചപ്പാറ അണയിച്ചെന്ന് നോക്ക്. കാറ്റടിക്കുമ്പോ വെള്ളം ഓളം അടിക്കുന്നുണ്ടോന്നാണ്. ശബ്ദം കേട്ട് കടലിന്റെ ഇരച്ചൽ പോലെ കേൾക്കുന്നില്ലേ? ഞാൻ ആമേ സ്തോത്രം. ദൈവമക്കൾക്ക് സ്നാനം കൊടുക്കുമ്പോ ആമേ നെട്ടയത്തിലാ പോണേ, അണയിലാ പോണേ. ആമേ ഡാമിലാ. ഇവിടുന്ന് വണ്ടി പിടിച്ചു പോകും. ചിറ്റാർ. സ്തോത്രം. നെട്ടയത്തിലാ ഞാൻ പോകുന്നത്. അവിടെ ആ ഡാമിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഈ വെള്ളം കുറച്ചു നേരം നോക്കിക്കൊണ്ട് ഈ വചനം ഞാൻ ഓർക്കും. നമുക്ക് കൈയടിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾ കൈയടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കൈയടിക്കണം. ദേവാലയത്തിൽ വന്നാൽ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കണം. സ്തുതിയോടെ വരണം. പൂഴ്ച കഴിയുമ്പോൾ നീ സ്തുതിക്കണം. കൈയടിച്ച് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കണം. കർത്താവിനെ ഉയർത്തണം. കർത്താവിനെ മഹത്വപ്പെടുത്തണം. അത് നമ്മളെ മേൽ വിടുന്ന കടമയാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ഒന്നുകൂടെ വായിച്ചേ. ആറുകൾ കൈകൊട്ടി പർവ്വതങ്ങൾ അല്ല പർവ്വതങ്ങളൊക്കെ ഗംഭീരിക്കുന്ന സ്തോത്രം. 14 സങ്കീർത്തനം 114 സങ്കീർത്തനം പറയുന്നത് ആമേ സ്തോത്രം. കുന്നുകളെ പർവ്വതങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ തുള്ളുന്നേ? കർത്താവ് വരുന്നു, അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ലെന്ന്. മുട്ടാടുകളെ പോലെ തുള്ളിച്ചാടി ആമേ പർവ്വതങ്ങളൊക്കെ തുള്ളുന്ന. ഒന്ന് വായിച്ചേ മോളെ. മല ആട്ടുകിടാക്കളെ പോലെ, കുഞ്ഞുങ്ങൾ ആട്ടുകുട്ടികളെ പോലവും തുള്ളി. ആണ്ടാ അടുത്ത് വായിച്ചേ. തുള്ളുகிறதுக்கு എന്നെ വന്നെന്ന് കണ്ടോ? നമുക്ക് കൈയടിക്കാൻ പറ്റുന്നില്ല. ഒരു കാലം നമ്മൾ കൈയടിച്ചവരാ, ആരാധിച്ചവരാ. നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നാ ചോദിക്കുന്നേ. വേദവസം കണ്ടോ വായിച്ച്. നമ്മൾ കൈയടിക്കാതിരിക്കരുത്. കർത്താവിനെ സ്തുതിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. എത്ര ഉണ്ടെങ്കിലും നമ്മുടെ കർത്താവ് ഈ ഭൂമുഖത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. അതാണ് വെളിപ്പാടുകാരൻ പറഞ്ഞത്. അടിക്കപ്പെട്ടു. ആ അടിക്കപ്പെട്ട യേശുക്രിസ്തു നമ്മളെ ഓർത്താൽ
സ്തോത്രം, നമ്മൾ കരഞ്ഞു പോകും. ഞാൻ കൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞു പോകും. രാത്രി ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ രാത്രി 1 മണിയായി. ഇവിടുന്ന് യോഗങ്ങളെല്ലാം കഴിഞ്ഞ് പോയി, സ്തോത്രം, തുണിയൊക്കെ ഒന്ന് തേച്ച് ആൻ ചെയ്ത് എല്ലാ കാര്യം കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോൾ 1 മണിയായി. 4 മണിക്ക് എഴുന്നേറ്റു. എത്ര മണിക്കൂർ ഉറങ്ങി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സ്തോത്രം. ഇവിടെ പോയി പിന്നെ ബൈബിൾ വായിച്ച് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാം കഴിഞ്ഞിട്ട് 1 മണിയായി ഉറങ്ങുമ്പോ. അത് കഴിഞ്ഞ് 4 മണിക്ക് എഴുന്നേറ്റു, പിന്നെ പ്രാർത്ഥിച്ചു. പിന്നെയാണ് ദൈവസന്നിധാനത്തിൽ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ദൈവമക്കളെ, ഞായറാഴ്ച എന്നുള്ളത് ആഹാരം കഴിക്കാൻ നിങ്ങൾ ഉപവസിക്കണം. സ്തോത്രം. ഞാൻ ഇന്നലെയും പറഞ്ഞു, സ്തോത്രം, 1 മാസത്തെ 1 ദിവസം ഉപവസിക്കണം. ഒരു വീട്ടുകാർ 1 മാസത്തിൽ 3 ദിവസങ്ങൾ ഉപവസിക്കണം. 30 ദിവസമുണ്ട്. 3 ദിവസം എന്തുകൊണ്ട് വേല വെടിഞ്ഞ് ഉപവസിച്ച് നോക്ക്. നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടുന്നത് നോക്കാം, നിന്റെ മക്കൾ നന്നാകുന്നത് നോക്കാം, നിനക്ക് വാതിൽ തുറക്കുന്നത് നോക്കാം, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട് നോക്കാം. ഒന്ന് പരിശോധിച്ച് നോക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവവചനവും കയ്യിൽ വെച്ചിട്ട് നമ്മളെ കർത്താവിനെയും വചനവും ശരിയല്ല, നമ്മൾ ശരിയാണോ? കർത്താവ് ശരിയല്ല, വചനം ശരിയല്ല, നടത്തിപ്പുകാർ ശരിയല്ല, ആത്മാവ് ശരിയല്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ശരിയായിട്ടാണോ ഇതൊക്കെ പറയുന്നേ? നമ്മളൊന്ന് ക്ലിയർ ആകേണ്ടല്ലേ? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഒരു സ്തോത്രം കൂടെ പറഞ്ഞാട്ടെ. അപ്പൊ നമ്മൾ കണ്ടോ ദൈവത്തെ അതുകൊണ്ടാ 47 സങ്കീർത്തനം പറഞ്ഞിരിക്കുന്ന സകല ഭൂവാസികളുമായുള്ളവരെ കൈകൊട്ടി ദൈവത്തെ സ്തുതിപ്പി. സകല ഭൂവാസികളും. അപ്പൊ സകല രാജാക്കന്മാരും അതിൽ വരും. അപ്പൊ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അവനെ അടിക്കപ്പെട്ടു. ആ അടിക്കപ്പെട്ട കർത്താവിനെ നമുക്കൊന്നുകൂടെ വായിക്കാം. വെളിപ്പാട് സ്തോത്രം 12-ാം അധ്യായം 11-ാം വാക്യം വായിച്ച്. വെളിപ്പാട് 12:11. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12:11. തൻ ജീവനെ നോക്കാമൽ തൻ ആട്ടുകുട്ടിயின் രക്തത്തിനാലേ തങ്ങൾ സാക്ഷി. അപ്പൊ നമുക്ക് എന്ത് വേണം? അവരെ ജയിത്താറുകൾ. അപ്പൊ സാക്ഷിയും വേണം, വചനവും വേണം. വചനത്തോടുള്ള സാക്ഷ്യം വേണം. സ്തോത്രം. വേണോ വേണ്ടേ? വചനത്തോടുള്ള സാക്ഷ്യം. നമ്മുടെ ദേശത്തിൽ കർത്താവിനെ അപ്പം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും നമ്മൾ സാക്ഷിയായിരിക്കുമ്പോൾ വചനത്തോടുള്ള സാക്ഷ്യം വേണം. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ റോമൻ കത്തോലിക്കാരനാണ്. ഞാൻ റോമൻ കത്തോലിക്കയിലിരുന്ന കാലത്ത് അന്ന് നമ്മുടെ പാപത്തെ അച്ഛന്റെ മുമ്പിൽ ചെന്ന് എന്ത് ചെയ്യണം? മുളങ്കാലിൽ നിന്ന് ഏറ്റു പറയണം. അപ്പൊ അയാൾ പറയും, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി പാപം ചെയ്യരുത്. ആറിയ കഞ്ഞി പഴം കഞ്ഞി, ആറിയ കഞ്ഞി വീണ്ടും അത് തന്നെയാണ്, വീണ്ടും അത് തന്നെയാണ്. മോചനം ഉണ്ടാകുന്നു, പാവമോചനം ഉണ്ടാകുന്നു. ഇല്ല, ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാ, പക്ഷേ മോചനം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇവിടെ വന്ന നമുക്ക് കർത്താവിനോടുകൂടെ കൃത്യമായിട്ട് നമ്മുടെ പാപത്തിനെ കുറിച്ച് ഏറ്റുപറയാൻ കഴിയും. അതിന് പൗലോസ് അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. 10-ാം അധ്യായം സ്തോത്രം 10-ന്റെ സ്തോത്രം 29 ഒന്ന് വായിച്ച്. ഉന്നുடைய മനസാക്ഷി കുറിത്ത് ഞാൻ ഇപ്പടി ചൊല്ലാം. അപ്പൊ നിന്റെ മനസാക്ഷി നിന്നോട് തന്നെ സംസാരിക്കുക. ഞാൻ ഇങ്ങനെ പറയാതെ മനസാക്ഷി പറയുന്ന. വായിച്ചോ, ഒന്നുകൂടെ വായിച്ചോ. நான் இப்படி சொல்லாமல் மற்றவனுடைய மனசாட்சியை குறித்து சொல்லுகிறேன். என் சுயாதீனமும் കുറ്റപ്പെട വേണ്ടി എന്നെ. പ്രൈസലോ മതി. പ്രൈസലോ. അപ്പൊ ഈ മനസാക്ഷി നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ചോദ്യം ചെയ്യണം. ചിലർ നമ്മുടെ മനസാക്ഷി എന്ത് ചെയ്യില്ല? ചോദ്യം ചെയ്യത്തില്ല. ഞാൻ ഈ വചനങ്ങൾ നിങ്ങളുടെ അടുത്തിട്ട് തരികയാ. കാരണം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ, ഇങ്ങനെയൊക്കെ വചനങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ
നിങ്ങൾ വായിക്കുന്ന വീട്ടിൽ ജോലിയൊക്കെ കഴിച്ചിട്ട് വന്ന 91 സങ്കീർത്തനം 23 സങ്കീർത്തനവും 128 സങ്കീർത്തനവും ഒക്കെ വായിച്ചിട്ട് ഒന്ന് പ്രാർത്ഥന കിടക്കും. നമ്മൾ ഈ വചനങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ ഉണ്ടോ അതോ ഇല്ലയോ എന്ന് മനസാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്ത മനസാക്ഷിയിൽ എന്ത് ചെയ്യും? കോടതി മനസാക്ഷിയാ, നമ്മുടെ ഹൃദയം മനസാക്ഷിയാ. ആ മനസാക്ഷി സ്തോത്രം ദൈവത്തിന്റെ സന്നിധാനത്ത് നമുക്ക് അറിയാൻ കഴിയും. എത്ര കാലപ്പഴക്കമായിരുന്നാലും മനസാക്ഷി ഒരു നാൾ പുറത്തു കൊണ്ടുവരും. ഒരു സ്തോത്രം പറഞ്ഞില്ല. എത്ര നീ ഒതുക്കി വെച്ചിരുന്നാലും, എത്ര കാലപ്പഴക്കം ഉണ്ടായിരുന്നാലും, എത്ര നീ തെറ്റ് ചെയ്തിരുന്നാലും, എത്ര നീ പാപം ചെയ്തിരുന്നാലും ഒരു ദിവസം അത് നിനക്ക് പുറത്തു കൊണ്ടുവരും. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന മനസാക്ഷി. മറ്റുള്ളവന്റെ മനസാക്ഷിയെ കുറിച്ച് കർത്താവ് എവിടാ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 7:7 വായിക്കുമ്പോൾ നിന്റെ കണ്ണിയിരിക്കുന്ന വലിയ ഉത്തരം വെച്ചിട്ട് മറ്റവന്റെ കണ്ണിയിരിക്കുന്ന തുരുമ്പിനെ നീ തട്ടാൻ ശ്രമിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിന്റെ പുറത്തുള്ള കാര്യം പറയുമ്പോൾ അകത്തുള്ള മനസാക്ഷിയാ പരിശുദ്ധാത്മാവ് പറയുന്നത്. സ്തോത്രം. അതിന് യെരമ്യാ പറഞ്ഞത് ദൈവത്തിന്റെ വചനത്തിൽ യെരമ്യാ പറഞ്ഞിരിക്കുന്ന 17-ന്റെ 10-ാം വാക്യം, യെരമ്യാ പ്രവചനം 17:10 വായിച്ചേ. അണ്ടാ, ഓരോരുത്തനും അവനവൻ വഴിയേൽക്കും, ചെയ്യൽ പലനക്കും തക്ക പ്രതിഫലം കൊടുക്കുവാൻ. പ്രവാചകൻ പ്രവചിക്കാൻ നോക്കണം, തക്ക പ്രതിഫലം കൊടുക്കുവാൻ. സ്തോത്രം. ഒരല്ലേ നാട്ടെ വിശ്വാസത്തോടെ. അപ്പൊ പ്രവാചകൻ പറയുന്നു ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ഫലത്തിന് തക്ക പ്രതിഫലം കൊടുക്കുവാൻ അവന്റെ പക്കലുണ്ട്. ഇരുതയത്തുണ്ടോ? ഇരുതയത്തെ ഉണ്ടോ? മനസാക്ഷി. അവിടെ ഹൃദയം ആരായി? ഹൃദയത്തിന് തെറ്റുണ്ടോ? ഹൃദയത്തിന് വല്ലതും ഉണ്ടോ? നമ്മളെ വല്ലതും അടികൂടി വെച്ചിട്ട് ചിലവര് അത്യാവശ്യത്തിന് ചീത്ത വിളിക്കും. നാളൊരു സഹോദരൻ, സ്നാനമേറ്റ സഹോദരൻ, അയ്യോ ഞാൻ കേട്ടപ്പോ അന്തം വിട്ടു, ഞാൻ ദൂരം നോക്കിക്കൊണ്ട് പോയി. അറിയപ്പെടുന്നവരുതായിരുന്നു പച്ചയ്ക്ക് ചീത്ത വിളിക്കും. ഇവിടെയല്ല, ഞാൻ കാര്യം പറയുന്നു. സ്തോത്രം. നമ്മൾ അറിവറിയുന്ന വളരെ സൂക്ഷിക്കണം. നമ്മുടെ ഈ വേദപുസ്തകം എന്നൊരു ഭാഗം പറയും, മയൂരിന് ചൊല്ലുവാങ്ങ്. കേരളത്തിൽ ഇത് പറയാൻ ബുദ്ധിമുട്ടാണ്, കേരളത്തിൽ അങ്ങോട്ട് ഇത് പറയാൻ പാടാ. കഠിനമായ വാക്കുകളാണ്. സ്തോത്രം. എന്നാൽ അതിനു വരെ നിസ്സാരമായി പറയുന്ന വാക്കുകൾ പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. ഒന്നും പറയാൻ പാടില്ല. ഒന്നും ഇല്ലെന്നും. പ്രൈസലോ. ഇവിടെ ആവില് നമ്മൾ സൂക്ഷിക്കണം, വാക്കുകളൊക്കെ സൂക്ഷിക്കണം, നാവുകളൊക്കെ സൂക്ഷിക്കണം. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കാൻ എനിക്ക് അറിയില്ല. സ്തോത്രം. യാക്കോബിന്റെ വചനത്തിൽ പറയുന്നു, നാവൊരു കാടാണ്. നാവൊരു കാടാണ്. കുടുംബത്തെ കത്തിക്കും, ദേശത്തെ കത്തിക്കും വാക്കുകൊണ്ട്. അതുകൊണ്ട് നാവ് സൂക്ഷിക്കണം. മനസാക്ഷി, ഹൃദയത്തിനകത്തുള്ള മനസാക്ഷി പറയുന്നു. ഹൃദയത്തെ ആരായുന്നു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മെ ആരായുന്നു, സഭയെ ആരായുന്നു. ഇന്ന് പകൽക്കാലം ഈ ആരാധനയെ നമ്മൾ എങ്ങനെയൊക്കെ ഇരിക്കുന്നു എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. എല്ലാവരും കർത്താവ് ശ്രദ്ധിച്ചോണം. അത് കഴിഞ്ഞിട്ട് ഹൃദയത്തെയും ആരായുന്നവരും അതിനകത്തൊരുള്ള അന്തരീക്ഷമുണ്ട്. ശോധന കഴിക്കുന്നു. അതിനകത്തൊരു ശോധന. അതിനകത്തവൻ എന്ത് ചെയ്യുന്നു? ആരാഞ്ഞ് ഉള്ളതിന് ശോധന കഴിക്കുക. അപ്പൊ ശോധന ചെയ്താണ് നമ്മൾ മുമ്പോട്ട് വരാൻ. സ്തോത്രം പറഞ്ഞില്ല. ശോധന കഴിച്ചാണ് നമ്മൾ മുമ്പോട്ട് വരാൻ. നമ്മളെ തന്നെ നിദാനിക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് ഇത് കർത്താവ് നമ്മുടെ സഭയെ ചേർക്കാൻ പോകുന്നു. കർത്താവ് വരാറായി. അവൻ വരും. അതിവേഗത്തിൽ അവൻ സഭയെ ചേർക്കും. എന്തിനാ സഭ ചേർക്കാൻ? അവനോടുകൂടെ ഇരുത്തുവാൻ. ഹല്ലേലൂയ. അവനോടുകൂടെ ഇരുത്തുവാനും അവന്റെ രാജ്യത്തിന്റെ മഹിമയോടുകൂടെ. ഇപ്പൊ നമുക്ക് മനസ്സിലായി, ദേശത്തിൽ ഇസ്രായേൽ പാകിസ്ഥാൻ മറ്റുള്ള നാടുകളുമായിട്ട് യുദ്ധം തുടങ്ങി. മൂന്നാം മഹാലോക യുദ്ധത്തിന് ഏകദേശം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏകാധിപത്യ ഭരണം വരാൻ പോവുകയാണ്. സ്തോത്രം. നമ്മളിങ്ങോട്ട് അവര് തരുന്ന അരിയും അവര് തരുന്ന പരിപ്പും അവര് തരുന്ന റേഷൻ വെള്ളവും നമ്മളിൽ കുടിച്ചും കൊണ്ട് ഗതികെട്ടി മുട്ടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ഞാൻ വചനത്തെ തെളിവിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ളൊരു കാലം വരാൻ പോകുന്നു. ഏകാധിപത്യ ഭരണം വന്നാൽ അവൻ എന്ത് കൽപ്പിക്കുന്നു അത് തന്നെ എന്ത് ചെയ്യും? ചെയ്യണം. ഏകാധിപത്യ ഭരണം. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്.
ഇത് നമ്മൾ സ്വാതന്ത്ര്യം ആരാധിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഓടിച്ചെന്ന് ഇവിടെ ഇരിക്കുന്ന വ്യക്തി നമുക്ക് മുഖ്യമന്ത്രി എന്ന് കാണണമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം പാടാണ്. നമുക്ക് സ്വാതന്ത്ര്യം എവിടെ ഉണ്ട്? എവിടെയാ സ്വാതന്ത്ര്യം? കർത്താവിൽ ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു എങ്കിൽ ക്രൂശീകരണത്തിൽ കൂടെ സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, അടിമയും സ്വാതന്ത്ര്യം, അന്ധകാരത്തിന് സ്വാതന്ത്ര്യം, പിശാചിന് സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. പക്ഷെ ഇവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടെ ഭരണഘടനയ്ക്ക് നമ്മൾ നിയമങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കണം. സ്തോത്രം പറഞ്ഞില്ല. അത് അടിമപ്പെട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ മുമ്പോട്ടാൻ പറ്റും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പൊ നമുക്കിവിടെ എന്ത് ക്രിസ്തേശുള്ള ഒരു ശിക്ഷാപതിയും ഇല്ല. നമുക്കത് നീങ്ങിപ്പോയി. കാരണം ക്രിസ്തുവിൽ കൂടെ നമുക്ക് ശിക്ഷ നീങ്ങി നമുക്ക് രക്ഷ കിട്ടി. ആ രക്ഷ കിട്ടിയതുകൊണ്ടാണ് ഇത്രയും സന്തോഷത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഞാൻ അതെ ഓർക്കുന്നതിന്റെ കാരണം ഈ ആലയത്തിന്റെ ഉള്ളിൽ ഓല സെറ്റായിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ഇത്രയും പേര് വന്നില്ല. പക്ഷേ അതിന്റെ ഒരു വെളിച്ചം ഞാൻ ഇന്ന് ചിന്തിക്കുന്നു. എന്റെ കർത്താവ് എത്രയോ നല്ലവൻ. പിതാക്കന്മാർ കൊടുത്ത ദർശനം ഒരു നാളും നഷ്ടപ്പെട്ടു പോയില്ല. ഈ പിതാക്കന്മാർ കൊടുത്ത ദർശനം അവർ നിത്യയിൽ പ്രവേശിക്കുന്നു എങ്കിലും അവരോടുകൂടെ പറഞ്ഞിരിക്കുന്ന ദൈവദാസന്മാരെ, ഈ വേലയ്ക്കുള്ള ദർശനമുള്ളവരെ കൊണ്ടുവന്ന് നിർത്തി ഇത്രത്തോളം പണിയാൻ ദൈവം തന്നു എങ്കിൽ അവരെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാവലാളിയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇതിനകത്തൊരു വലിയൊരു മഹിമ ഇതിനകത്തുണ്ട്, ഒരു മഹത്വം ഇതിനകത്തുണ്ട്. ഈ ദേശത്തിനകത്ത് ഒന്ന് നോക്കണം. നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇതിനകത്ത് ഇരിക്കുന്ന ഒന്ന് എഴുന്നേറ്റ് അങ്ങ് പോകും. ശക്തമായി പ്രാർത്ഥിച്ചാൽ മതി മക്കളെ. നമ്മൾ ഇതിനൊക്കെ ഒരു ദിവസം ഇരുന്ന് ഉപവാസം ഇരുന്ന സഭ ഒന്നടങ്കം രാവിലെ തൊട്ട് വൈകുന്നത് വരെ ഇരുന്ന് നിങ്ങൾ ശക്തമായി സഭ ഒന്നടങ്കം ഉപവാസമായിട്ട് വാതിലെല്ലാം അടച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. അവൻ അവിടെ എഴുന്നേറ്റ് അങ്ങ് പോകും. ആ വയലങ്ങ് എണ്ണിച്ചു പോകുന്നേ, ആ ദുട്ടനങ്ങ് എണ്ണിച്ചു പോകും. വിശ്വസിക്കുക. അല്ലേലോ പറ. സ്തോത്രം. വിശ്വാസമുള്ള അല്ലേലോ പറ. കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം സ്തോത്രം പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ഒരു വചനം കൂടെ വായിച്ചോ. വെളിപ്പാട് പുസ്തകം 19:9 വാക്യം കൂടെ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 19:9. പിന്നുമാവ് ആട്ടുകുട്ടിയാണവരും കല്യാണം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു കല്യാണം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ആട്ടുകുട്ടിയുടെ കല്യാണം. പ്രൈസ്. അതുകൊണ്ട് നമ്മൾ ഇനി കർത്താവ് വരും സഭയെ ചേർക്കാൻ. എന്തിനാ വരുന്നത്? സഭയെ ചേർക്കാൻ. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ മിൽക്കപ്പെട്ട തന്റെ ജനത്തെ ചേർപ്പാൻ യേശു വരുന്നു. ഇത് കുഞ്ഞാട്ടിന്റെ കല്യാണം. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞാട്ടിന്റെ കല്യാണം കഴിഞ്ഞ 3 ദിവസം എന്ന് പറഞ്ഞാൽ വേഴൻ, വെള്ളി, ശനി, ഞായർ, ഇന്നത്തോടെ ഈ 4 ദിവസം എളിയവനെ ഇവിടെ കടന്നു വന്ന് എന്റെ കർത്താവിനെ ഉയർത്താനിടയായി. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അവസാന പുസ്തകത്തിന്റെ വായിച്ചത് കുഞ്ഞാട്ടിന്റെ കല്യാണം തന്നെ. ഈ കല്യാണത്തിൽ പങ്കെടുത്തവരെയും അവിടെ കർത്താവ് ചേർക്കാൻ വരുന്നു. അവൻ ചേർക്കും. അവന്റെ തന്നെ നിങ്ങൾ വിഴുന്നു പോകരുത്, നഷ്ടമായി തീരരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. കർത്താവിൻ്റെ ദാസനെ